Shiva Silks, Kasargod, Kaningad, Mangalore. സംഘപരിവാറുകാർ പറയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചോട്ടെ, ഞങ്ങളുടെ സ്മൃതി ഇറാനിയെ വയനാട്ടിലേക്ക് ഇറക്കുമെന്ന്. സ്മൃതി ഇറാനി എന്തോ അമേത്തിയിൽ രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ വിറപ്പിച്ചതുപോലെയാണ് ഇവരുടെ പ്രവചനങ്ങളൊക്കെ. അതായത് രാഹുൽ ഗാന്ധിയെ അമേത്തിയിൽ ഇല്ലാതാക്കാനാണ് ഇപ്രാവശ്യം സ്മൃതി ഇറങ്ങിയിട്ടുള്ളത്. അതിനെ പേടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് ഓടി വന്നത്. വയനാട്ടിലെ ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ വാങ്ങി സുഖത്തോടുകൂടി ജയിച്ചു പോകാമെന്നുള്ള വിചാരമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് എന്ന്. എങ്ങനെയാ ഈ മണ്ടന്മാരോട് മറുപടി പറയേണ്ടത്? ഒരു കാര്യം പറഞ്ഞേക്കാം, രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചത് ദക്ഷിണേന്ത്യ പിടിക്കാനാണ്. കാരണം വയനാട് ഫോക്കസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കർണാടകയെയും തമിഴ്നാടിനെയും ആ തരംഗം ബാധിക്കുകയും ആ തരംഗത്തിലൂടെ ദക്ഷിണേന്ത്യയിൽ സീറ്റ് പിടിക്കാനുള്ള ഒരു ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി വയനാടിലൂടെ കാണുന്നുള്ളത്. വയനാട് ഒരു സുരക്ഷിത മണ്ഡലമായതുകൊണ്ടാണ് ആ മണ്ഡലം തിരഞ്ഞെടുത്തിട്ടുള്ളത്. അല്ലാതെ അമേത്തിയെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അമേത്തിയിലുള്ള സ്മൃതി ഇറാനിയെ പേടിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി കേരളത്തിലേക്ക് ഓടി വരുന്നത് എന്ന് കുറെ തവണകളായി പ്രചരണങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ട്. അതിന് പലതവണ മറുപടി തന്ന് അവസാനം ഒരു കാര്യം പറയാം, ഈ അമേത്തിയിൽ രാഹുലിന് ഒരു എതിരാളിയേ അല്ല സ്മൃതി ഇറാനി. വ്യക്തമായി മനസ്സിലാക്കുക, മോദി തരംഗം രാജ്യത്ത് ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുന്ന 2014 എല്ലാ മണ്ഡലങ്ങളും BJPക്കൊപ്പം നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും 1 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനിയെ വിറപ്പിച്ച് അമേഠിയിൽ ജയിച്ചിട്ടുണ്ടെങ്കിൽ അതല്ലേ ചങ്കൂറ്റം, അതല്ലേ ഹീറോയിസം? അല്ലാതെ ഒരു തരംഗവുമില്ല. രാഹുൽ തരംഗം രാജ്യത്തുടനീളം ഇങ്ങനെ ആഞ്ഞടിക്കുന്നു, പ്രിയങ്ക തരംഗം വരുന്നു, കോൺഗ്രസിന്റെ പദ്ധതികളൊക്കെ ജനകീയമാകുന്നു. ആ സാഹചര്യത്തിൽ സ്മൃതി ഇറാനി രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളിയാണെന്ന് പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? നിലവിൽ അമേത്തിയിലെ മണ്ഡലത്തിൽ എല്ലാ സാധ്യതകളും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വെച്ച് നീട്ടുമ്പോൾ ഒരു കാര്യവും കൂടിയുണ്ട്, 2 ലക്ഷത്തിൽ മുകളിലുള്ള ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ ഗാന്ധി കടന്നു പോകുമെന്നുള്ളതാണ് വാർത്തകളിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പറയാനുള്ളത്. അതനുസരിച്ച് ഒരുപാട് സർവേകളും അവിടെ നടന്നിരുന്നു. ഇനി സ്മൃതി ഇറാനിക്ക് വയനാട്ടിൽ വലിയ ഓളങ്ങളൊന്നും ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ അടുത്ത തുറുപ്പുചീട്ടിനെ ഇറക്കാനാണ് BJPയുടെ ശ്രമം. അതായത് യോഗിയുടെ അവസ്ഥ പറയേണ്ടതില്ലല്ലോ. യോഗി പങ്കെടുക്കുന്ന വേദികളിലൊക്കെ ഇപ്പോൾ ആളുകൾ കുറഞ്ഞുകൊണ്ടേ പോവുകയാണ്. അതായത് യോഗിയുടെ മണ്ഡലത്തിൽ പോലും ആളുകളില്ലാത്ത ഒരവസ്ഥ. യോഗി തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ 3 സംസ്ഥാനങ്ങളിലെ മണ്ഡലങ്ങളിലും കോൺഗ്രസ് വൻ കുതിച്ചുചാട്ടം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം BJPക്കാർ തിരിച്ചറിയുന്നത് നല്ലതാണ്. മറ്റൊന്ന്, നരേന്ദ്രമോദി ആദ്യമായി, അതായത് ഇപ്രാവശ്യം ആദ്യമായി തിരഞ്ഞെടുപ്പ് പ്രചരണത്തെ അഭിമുഖീകരിച്ച് ഒരു പൊതുവേദിയിലേക്ക് കടന്നു വന്നപ്പോൾ BJP പ്രതീക്ഷിച്ച ആളുകൾ പോലും ആ പൊതുവേദിയിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഈ 3 പേരെ കൊണ്ടുവന്നാണോ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ 3 പേരും ഒരു തരംഗവും എവിടെയും സൃഷ്ടിക്കുകയില്ല എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. അതിലൊന്ന്, വാരണാസിയിൽ മോദിക്ക് ചിലപ്പോൾ വിജയിച്ചു കയറാനുള്ള ചില വഴികൾ മുന്നിലുള്ളത് കൊണ്ട് തന്നെ മോദിയെ പിന്നെയെങ്കിലും നമുക്ക് എടുത്തു കാണിക്കാം. പക്ഷേ യോഗിയും സ്മൃതിയും എന്ത് കണ്ടിട്ടാണ് വയനാട്ടിലേക്ക് വരുന്നത് എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർക്കും മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും വലിയ സംശയമുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.